വെൽക്കം ടു കൊമേഴ്സ് സ്റ്റഡി ഹബ്. അപ്പോൾ കൊമേഴ്സ് സ്റ്റഡി ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെ ഇഷ്യൂസാണ് സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് നടത്തുമ്പോൾ ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നമ്മളതിൻ്റെ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണെന്നുള്ളത് പറയാനായിട്ടാണ് പോണേ. 5 പ്രോസസ്സുകളായിട്ടാണ് ഉള്ളത്. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് പ്രോബ്ലം അവെയർനെസ് എന്നാണ്. പ്രോബ്ലം അവെയർനെസ് എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രോബ്ലം അവെയർനെസ്, മോസ്റ്റ് ഓഫ് ദ ഇൻഡിവിജ്വൽ എംപ്ലോയീസ് ഐഡൻറ്റിഫൈ ദ പ്രോബ്ലംസ് ഇൻ വേരിയസ് ഏരിയസ്. നമ്മുടെ ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസ്, മോസ്റ്റ് ഓഫ് ദ ഇൻഡിവിജ്വൽ എംപ്ലോയീസും ആദ്യം തന്നെ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യും. ഈ പ്രോബ്ലത്തിൻ്റെ ദ അവെയർനെസ് ഓഫ് ദി സ്ട്രാറ്റജിക് പ്രോബ്ലം മോസ്റ്റ്ലി ഒക്കേഴ്സ് ഓൺ ദ എംപ്ലോയീസ് അറ്റ് ദ ഗ്രാസ് റൂട്ട് ലെവൽ ലൈക്ക് സെയിൽസ് പീപ്പിൾ, മെഷീൻ ഓപ്പറേറ്റർ, അക്കൗണ്ട്സ് അസിസ്റ്റൻസ്. അതായത് നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരു പ്രോബ്ലം ഉണ്ടെന്നുള്ളത് ഏറ്റവും ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അവിടുത്തെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ആൾക്കാരായിരിക്കും. അതായത് അവിടുത്തെ സെയിൽസ് പീപ്പിൾസ്, അല്ലെങ്കിൽ മെഷീൻ ഓപ്പറേറ്റേഴ്സ്, അല്ലെങ്കിൽ അക്കൗണ്ട് സ്റ്റാഫുകൾ, ഇങ്ങനെയുള്ള ആൾക്കാരാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ പ്രോബ്ലം എന്തൊക്കെയാണ്, വേരിയസ് ഏരിയസിലെ എന്തൊക്കെ തരത്തിലുള്ള പ്രോബ്ലം ഉണ്ടെന്നുള്ളത് എന്നതിനെ പറ്റിയിട്ട് ഒരു അവയർനെസ് നടത്തുകയാണ് ഫസ്റ്റത്തെ സ്റ്റേജിൽ. അതായത് ഒരു സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് നടത്തണമെങ്കിൽ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ഓർഗനൈസേഷനിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് പ്രോബ്ലം ഡയഗ്നോസിസ് ആണ്. പ്രോബ്ലം ഡയഗ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, നമ്മൾ ഡയഗ്നോസ് ചെയ്യാനായിട്ട് ചെന്നു, അതായത് ഒരു സ്കാനിങ് നടത്തും. അത് ഒരു ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ ഒരു സ്കാനിങ് നടത്താം. അതായത് വെൻ ഇൻഡിവിജ്വൽ പീപ്പിൾ ഗെറ്റ് അവെയർ ഓഫ് ദ പ്രോബ്ലം, നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ എംപ്ലോയീസ് ആണ് നമ്മുടെ പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ എംപ്ലോയീസ് തന്നെ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ പറ്റിയിട്ട് അവെയർനെസ് നടത്തിയതിന് ശേഷം ആരെ ഇൻഫോം ചെയ്യും? നമ്മുടെ മാനേജേഴ്സിനെ ഇൻഫോം ചെയ്യും. അതായത് ടോപ്പ് ലെവൽ അതോറിറ്റീസിനെ ഇവർ ഇൻഫോം ചെയ്യും. അങ്ങനെ ഇൻഫോം ചെയ്യുമ്പോൾ ദേ വിൽ ഗ്യാദർ ദ ഇൻഫർമേഷൻ ആൻഡ് ഡിഫൈൻ എ പ്രോബ്ലം. അപ്പോൾ എല്ലാ സ്ഥലത്തു നിന്നും ഓരോ ഇൻഡിവിജ്വൽസും കൊണ്ടുതരുന്ന പ്രോബ്ലംസ് ഈ മാനേജേഴ്സിൻ്റെ കയ്യിലെത്തും. അപ്പോൾ അവരൊരു പ്രോബ്ലം ഡിഫൈൻ ചെയ്തെടുക്കും അതിൽ നിന്ന്. അപ്പോൾ ഫോർ ദിസ് ദേ വിൽ കണ്ടക്ട് എ ഡിബേറ്റ് ആൻഡ് ഡിസ്കഷൻസ് ആൻഡ് ഓൾസോ ഗെറ്റ് ഓർഗനൈസേഷണൽ വ്യൂ ഓൺ പ്രോബ്ലം ടു ബി സോൾവ്ഡ്. ഇതിന് വേണ്ടിയിട്ട്, അപ്പോൾ ഇത് നടത്താൻ വേണ്ടിയിട്ട് ഒരു ഡിബേറ്റോ അല്ലെങ്കിൽ ഡിസ്കഷൻസോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ വ്യൂവിൽ നിന്ന് എങ്ങനെ നമുക്കത് സോൾവ് ചെയ്യാമെന്നുള്ള ഒരു ഡിബേറ്റോ ഡിസ്കഷൻസോ ഒക്കെ നടത്തും. ആര്? നമ്മുടെ കമ്പനി. ദെൻ അവർ ഒരു പ്രോപ്പർ ഡയഗ്നോസിസ് മാനേജേഴ്സ് നടത്തിയതിന് പിന്നെ ഒരു പ്രോബ്ലത്തിന് ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ അതായത് ഓരോ ഇൻഡിവിജ്വൽസ് ഓരോ പ്രോബ്ലംസ് കൊണ്ടുവരുമ്പോൾ പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. മനസ്സിലായില്ലേ? ഈ പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ ഇതിനെല്ലാം കൂട്ടി യോജിപ്പിക്കുമ്പോൾ അവർക്കൊരു പ്രോബ്ലത്തിനൊരു ഷേപ്പ് കിട്ടും. അതായത് കൂട്ടി വായിക്കാൻ പറ്റുന്നൊരു ഷേപ്പ് കിട്ടും. അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് ആ പ്രോബ്ലം ഡയഗ്നോസ് ചെയ്ത് അതിനെ സോൾവ് ചെയ്യാനുള്ള നെക്സ്റ്റ് ലെവലിലേക്ക് കിടക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം നമ്മൾ പ്രോബ്ലം അവെയർ ചെയ്യുന്നു, അതിനനുസരിച്ച് അതിനെ ഡയഗ്നോസ് ചെയ്തു, കുറച്ചുകൂടി ഡീപ്പായിട്ട് അതിനെ പറ്റിയിട്ട് പഠിക്കുന്നു. അടുത്ത ഒരു ലെവലെന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ എംപ്ലോയീസ് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞു, മാനേജറിൻ്റെ അടുത്ത് പറഞ്ഞു, മാനേജർ ഡിബേറ്റും ഡിസ്കസ്സൊക്കെ നടത്തി, ഒരു കഥ പോലെ പഠിക്കുക, ഒരു ഡിബേറ്റും ഡിസ്കസ്സൊക്കെ നടത്തി അതിനൊരു ഷേപ്പ് വരുത്തി, അത് കഴിഞ്ഞിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്തു. മനസ്സിലായോ? ഇതിൽ അടുത്ത പ്രോസസ്സ് പറയുന്നത് ദറ്റ് എ ടെൻഡൻസി ഓഫ് മാനേജർ ഈസ് സെർച്ചിങ് ടു റെഡിമെയ്ഡ് സൊല്യൂഷൻസ് സെർച്ച് ചെയ്യുന്നതാണ് ഇനി അടുത്തതായിട്ട് മാനേജറിന് വരുന്ന ടെൻഡൻസി എന്ന് പറയുന്നത്. ദേ വിൽ കണ്ടക്ട് ഒരു മെമ്മറി സെർച്ച് പ്രോപ്പറായിട്ടുള്ള സെർച്ച് നടത്തും. ഓർ വെയിറ്റിംഗ് ഫോർ സൊല്യൂഷൻസ് ബൈ പാസീവ് സെർച്ച്. അതായത് ബാക്കിയുള്ള എംപ്ലോയീസിൻ്റെ ഈ ബ്രെയിൻ സ്റ്റോമിങ് നടത്തിയും അതുപോലെ ഡിസ്കഷൻസ് നടത്തിയും ഡിബേറ്റൊക്കെ നടത്തിയും അതർ സൈഡിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു സോൾവ് ചെയ്യാനായിട്ടുള്ള മാർഗ്ഗമുണ്ടോ എന്നുള്ളത് തപ്പും. ഇഫ് മാനേജേഴ്സ് ഫെയിൽ, ഈ മാനേജേഴ്സ് ഈ നടത്തിക്കൊണ്ട് പോകുന്ന പ്രോസസ്സുകളിൽ ഇവർ എന്തെങ്കിലും റെഡിമെയ്ഡ് സൊല്യൂഷൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പാസീവ് സെർച്ച് നടത്തി അല്ലെങ്കിൽ മെമ്മറി സെർച്ച് നടത്തി ഇവർ ഒരു മാർഗ്ഗം കണ്ടെത്താനായിട്ട് ഫെയിൽ ആവുകയാണെങ്കിൽ അവരെന്ത് സെർച്ച് ചെയ്യും? നമ്മുടെ ബിസിനസ്സിൽ പാസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്യും. അതിൽ ഇങ്ങനത്തെ സിറ്റുവേഷനുകൾ വന്നിട്ടുണ്ടോ, അതർ മാനേജേഴ്സ് അപ്പോൾ അതിനെങ്ങനെയാണ് സോൾവ് ചെയ്തേക്കണമെന്ന് നോക്കും. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ ആദ്യമായിട്ട് വരാണ്, അപ്പോൾ അതിലും നമ്മൾ ഫെയിൽ ആയി. അപ്പോൾ ഫർദറായിട്ട് നമ്മൾ പിന്നെയും ഫെയിൽ ചെയ്യുകയാണെങ്കിൽ അവർ സൊല്യൂഷൻസ് ഡിസൈൻ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ മാനേജേഴ്സ് സൊല്യൂഷൻ ഡിസൈൻ ചെയ്യണ ഒരു സ്റ്റേജിലേക്ക് എത്തും.
അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ദ ഡിസൈൻ ഓർ ഡെവലപ്പ് സൊല്യൂഷൻസ് ത്രൂ ഡിസ്കഷൻസ്, ഡിബേറ്റ് ആൻഡ് കൺസൾട്ടേഷൻസ്, ബ്രെയിൻ സ്റ്റോമിങ് സെഷൻസ് ആൻഡ് ഷെയറിംഗ് മാനേജ്മെൻറ്റ് വിസ്ഡം ആൻഡ് എക്സ്പീരിയൻസ്. അപ്പോൾ അവരുടെ വിസ്ഡവും അവരുടെ എക്സ്പീരിയൻസും ഒക്കെ വെച്ചിട്ട് അവർ ബ്രെയിൻ സ്റ്റോമിങ് നടത്തി അല്ലെങ്കിൽ ഒരു ഡിബേറ്റോ ഡിസ്കഷൻസോ നടത്തി കഴിഞ്ഞിട്ട് അവരൊരു സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്ത് എടുക്കും. ഇതാണ് മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ദ സെലക്ഷൻ ഓഫ് എ സൊല്യൂഷനാണ്. നമുക്ക് ഒരു സൊല്യൂഷൻ ഡിസൈൻ ചെയ്ത് വരുമ്പോൾ നമ്മൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റാണ് ഇതിനൊക്കെ, അതായത് മാനേജേഴ്സാണ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് കുറേ ഓൾട്ടർനേറ്റീവ്സ് കിട്ടും ഡിസൈൻ ചെയ്ത് വരുമ്പോൾ ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനായിട്ട്. അതിൽ നമ്മൾ ഏതാണ് എടുക്കുക? ഏറ്റവും ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. ഈ സ്വോട്ട് അനാലിസിസും അതുപോലെ പോർട്ട്ഫോളിയോ അനാലിസിസും മാട്രിക്സുകളൊക്കെ യൂസ് ചെയ്തിട്ട്, സ്വോട്ട് അനാലിസിസ് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത്ത് വീക്ക്നെസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിനെ പറ്റിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്വോട്ട് അനാലിസിസ് നടത്തിയിട്ടോ പോർട്ട്ഫോളിയോ അനാലിസിസ് നടത്തിയിട്ടോ മാട്രിക്സുകൾ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ റാങ്ക് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് സെലക്ട് ചെയ്യും? ഫൈനലി ദ ബെസ്റ്റ് സെലക്ട് ചെയ്യും. നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡിസിഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ലെവലാണ്. അതാണ് ഫിഫ്ത്ത് ലെവൽ, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഡിസിഷൻ. Implementation of the selection solution part is a decision making process as may be required to be recycled due to the obstacles in the process of implementation. The management should secure the support of top level management for the allocation of resources, time etc. regarding the implementation. അതായത് ഡിസിഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എല്ലാ റിസോഴ്സസും അലോക്കേറ്റ് ചെയ്യണമെന്നാണ് അതിൽ പറയുന്നത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ദ മാനേജേഴ്സ് എന്ത് എൻഷുർ ചെയ്യണം? ആ ഡിസിഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് എൻഷുർ ചെയ്യണം. എന്നിട്ട് അത് ഇഫ് ദ ഡിസിഷൻ കനോട്ട് ഇംപ്ലിമെൻറ്റ് ഡ്യൂ ടു മേജർ ഹഡിൽസ്, ദെൻ നമ്മൾ ഈ പറഞ്ഞേക്കണ ഈ ഡിസൈൻ ചെയ്തേക്കണ സൊല്യൂഷൻ റീസൈക്കിൾ ചെയ്ത് അതിനൊരു പോസിബിൾ മോഡിഫിക്കേഷൻസ് വരുത്തി പിന്നെയും ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു പ്രോസസ്സ് പോലെ പഠിക്കുക. 5 പ്രോസസ്സുകളാണുള്ളത്. ആദ്യം എന്താണ് ആ പ്രോബ്ലം എന്നുള്ളത് അവെയർ ചെയ്യുക, പിന്നെ അതിനെ ഡയഗ്നോസ് ചെയ്യുക, പിന്നെ ആ സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്യുക, അതിൽ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക, അതിനുശേഷം ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്രോസസ്സ് ഓഫ് സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിങ്ങിൽ പറയുന്നത്. നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് കിടക്കാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് അപ്രോച്ചസ് ടു, അത് നേരത്തെ പറഞ്ഞത് പ്രോസസ്സ് എന്ന് പറയുന്നത് ഭയങ്കര എളുപ്പമായിട്ടുള്ള സ്റ്റേജസ് ആയതുകൊണ്ടാണ് ഞാൻ പിന്നീട് അതിനെപ്പറ്റി എലാബറേറ്റ് ചെയ്യാത്തത്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് അപ്രോച്ചസ് ടു സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് ആണ്. നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട്, സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് അപ്രോച്ചസ് നമുക്ക് പഠിക്കാനുണ്ട്. ഒരു 4 അപ്രോച്ചസ്. ഒന്ന് ഇൻറ്റ്യൂറ്റീവ് അല്ലെങ്കിൽ ഇമോഷണൽ അപ്രോച്ച്, പിന്നെ റാഷണൽ അപ്രോച്ച്, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി സാറ്റിസ്ഫൈസിങ് അപ്രോച്ച്, പിന്നെ പൊളിറ്റിക്കൽ അപ്രോച്ച്. 4 തരത്തിലുള്ള അപ്രോച്ചുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യം നമ്മൾ പഠിക്കുന്നത് ദ ഇൻറ്റ്യൂറ്റീവ് അല്ലെങ്കിൽ ഇമോഷണൽ അപ്രോച്ച് എന്നുള്ളതാണ്. എന്താണ് നമുക്ക് നോക്കാം. ഇൻറ്റ്യൂറ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് സേസ് യൂസിങ് ഇമോഷൻസ് ടു മേക്ക് ഡിസിഷൻസ് മെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമോഷൻസിനെ യൂസ് ചെയ്യുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അപ്രോച്ചാണ് ഇൻറ്റ്യൂറ്റീവ് അല്ലെങ്കിൽ ഇമോഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജേഴ്സ് സംടൈംസ് ഡിസൈഡ് ടു ഡു സംതിങ് ബിക്കോസ് ഇറ്റ് ഫീൽസ് റൈറ്റ്. മനസ്സിലായോ? അതായത് അവർക്ക് ചില സമയത്ത് മാനേജേഴ്സിന് തോന്നുകയാണ് അവർക്ക് എന്താണ് ശരിയെന്ന് അവർക്ക് തോന്നുന്നോ ആ ഒരു കാര്യത്തെ തൂങ്ങിപ്പിടിച്ച് അവരുടെ ഡിസിഷൻ മെയ്ഡ് ചെയ്യുന്നതിനെയാണ് ഈ ഇൻറ്റ്യൂറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ദിസ് ഫീലിംഗ് ഈസ് നോട്ട് ആർബിറ്ററി ബട്ട് ബേസ്ഡ് ഓൺ ദ ഹാബിറ്റ് ഓഫ് എക്സ്പീരിയൻസ്, ഗട്ട് ഫീലിംഗ്, റിഫ്ലക്റ്റീവ് തിങ്കിങ് അല്ലെങ്കിൽ ഇൻസ്റ്റിങ്ക്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അതായത് എന്താണ് പറയുന്നത് ഇവിടെ? ഇത്രേ ഉള്ളൂ. ഒരു മാനേജറിന് വരുന്ന ഹൺജസ് അല്ലെങ്കിൽ ഇന്നർ ഫീലിങ്സ്, ഗട്ട് ഫീലിംഗ്, അയാൾക്ക് വരുന്ന ഗെസ്സ്, അതൊക്കെ വെച്ചിട്ട് അയാൾ ഡിസിഷൻ മേക്ക് ചെയ്യുക. ഇതിനെയാണ്, അതായത് ഡിസിഷൻ മേക്ക് ബേസ്ഡ് ഓൺ ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ പ്രാക്ടീസസ് ഓഫ് മാനേജ്മെൻറ്റ്, ഇതിനെയാണ് ഇൻറ്റ്യൂറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. അയാളുടെ ഒരു മാനേജറിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഫീലിങ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് അയാൾ ഡിസിഷൻ മെയ്ഡ് ചെയ്യുക. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർട്ടാണ്. അങ്ങനെയാണ് ഇതിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് പ്രാക്ടീസസ് മാനേജ്മെൻറ്റ് എക്സ്ക്ലൂസീവ്ലി ആസ് ആൻ ആർട്ട്. അതായത് എല്ലാ മാനേജ്മെൻറ്റിലും ഇത് നടക്കില്ല. പക്ഷേ വളരെ കൺട്രോൾഡ് ആയിട്ടും വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാൾക്ക് അയാളുടെ ഇമോഷണൽ അപ്രോച്ച് വെച്ച് അയാൾക്ക് ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ അയാളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അയാൾക്ക് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പറഞ്ഞ് ഒരു ഡിസിഷൻ മെയ്ഡ് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് ഈ ഇൻറ്റ്യൂറ്റീവ് അപ്രോച്ച് നമ്മളോട് പറയുന്നത്. മനസ്സിലായോ? ഇതാണ് ഈ അപ്രോച്ച് പറയുന്നത്. പക്ഷേ ഈ അപ്രോച്ചിൽ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോർജ് ഓഡിയോറൺ, അതായത് ഇയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു MBO മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കൺസെപ്റ്റ് നമ്മുടെ ബിസിനസ് മാനേജ്മെൻറ്റിൽ BCom നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡെവലപ്പറാണ് ഈ ജോർജ് എന്ന് പറയുന്നത്.
ഇയാൾ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതായത് നമ്മുടെ മാനേജേഴ്സിന് ഇമോഷണലി എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന അപ്രോച്ച് നമുക്ക് അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യും. മനസ്സിലായോ? ഡിസിഷൻ മേക്ക് ചെയ്യാനായിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെയൊക്കെയാണ് അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യുക, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഈ ഫോളോയിങ് ഇമോഷണൽ ഫാക്ടേഴ്സ് കാരണം നമ്മുടെ ഇമോഷണൽ അപ്രോച്ച് നമുക്ക് തെറ്റായ രീതിയിൽ ബാധിക്കും. അതിലാദ്യം പറയുന്നത് പറഞ്ഞാൽ ദേ ഫാസ്റ്റൻ ഓൺ ദ ബിഗ് ലൈ സ്റ്റിക്ക് വിത്ത് ഓൺ. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണോ അതിൽ തന്നെ അയാൾ ഉറച്ചു നിൽക്കും. അയാൾ ആ ഡിസിഷൻ മേഡ് ചെയ്യും. ചിലപ്പോൾ ആ ഡിസിഷൻ റോങ് ആയിരിക്കാം. മനസ്സിലായോ? അതിനെയാണ് അപ്പോൾ അത് നമുക്ക് അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യും. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ അട്രാക്റ്റഡ് ടു സ്കാൻഡലസ് ഇഷ്യൂസ് ആൻഡ് ഹൈറ്റൻ ദെയർ സിഗ്നിഫിക്കൻസ്. അതായത് അയാളൊരു ഊഹാപോഹം വെച്ചിട്ട് സ്കാൻഡലസ് ഇഷ്യൂസ്, അതായത് തട്ടിപ്പായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ അയാളുടെ ഊഹാപോഹങ്ങൾ വെച്ചിട്ട് അയാൾ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്, എന്നിട്ട് അതിനാണ് പ്രാധാന്യം എന്ന് പറയുന്ന ഒരു പ്രവണത, അതിനെയാണ് ഇവിടെ പറയുന്നത്. അതൊരു അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. നമ്മുടെ ഇമോഷണൽ അപ്രോച്ചിനെ അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. പിന്നെ ദേ പ്രസ് എവരി ഫാക്റ്റ് ഇൻ ടു നോർമൽ പാറ്റേൺ. അതായത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ സാധാരണയല്ലേ എന്ന് പറയും. അതായത് സാധാരണ സംഭവിക്കുന്ന കാര്യത്തെ വലിയ കാര്യമായിട്ട് പറയുകയും നമ്മുടെ മേജറായിട്ടുള്ള കാര്യത്തെ ഇതൊക്കെ സാധാരണയല്ലേ എന്ന് ഉള്ള രീതിയിൽ സംസാരിക്കുന്നതിനെയാണ് ആ പോയിൻ്റ് പറയുന്നത്. മനസ്സിലായോ? പിന്നെ നാലാമത്തെ പോയിൻ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഓവർലുക്ക് എവറിത്തിങ് എക്സെപ്റ്റ് ദ ഇമ്മീഡിയറ്റ്ലി യൂസ്ഫുൾ. അതായത് മെയിനായിട്ട് ആവശ്യമുള്ളത് എടുക്കില്ല, ഏറ്റവും ആവശ്യമില്ലാത്ത എന്താണോ അത് അയാൾ എടുക്കും. ഇതൊക്കെ ഈ ഇമോഷണൽ അപ്രോച്ചിൽ, അതായത് ഒരാൾക്കൊരു ദേഷ്യം വന്നാൽ തീരാവുന്നതേ ഉള്ളൂ. ഈ ഇമോഷണൽ അപ്രോച്ച് ശരിക്കും ആപ്ലിക്കബിൾ അല്ല. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഹാവ് അഫിനിറ്റി റൊമാൻറ്റിക് സ്റ്റോറീസ് ആൻഡ് ഫൈൻഡ് സച്ച് ഇൻഫർമേഷൻസ് മോർ സിഗ്നിഫിക്കൻറ്റ് ദാൻ അതർ കൈൻഡ് ഓഫ് ഇൻക്ലൂഡിങ് ഹാർഡ് എവിഡൻസസ്. അതായത് കെട്ടുകഥകളും അതുപോലെ ആവശ്യമില്ലാത്ത ഇൻഫോർമേഷൻസ് തപ്പിയെടുക്കലും ഇതൊക്കെയായിരിക്കും ഈ ഇൻറ്റ്യൂറ്റീവ് ഇമോഷണൽ അപ്രോച്ചിൽ അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യാനായിട്ടുള്ള ഫാക്ടേഴ്സ് എന്നാണ് ഈ ജോർജ് ഓഡിയോൺ എന്ന് പറയുന്ന ആൾ പറയണത്. മനസ്സിലായോ? അപ്പോൾ ഇത് അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യുന്നതാണ് അയാളുടെ തിയറി പറയുന്നത്. അപ്പോൾ നമുക്കിത് ഓവർകം ചെയ്യാനായിട്ട് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതാണ് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് അത് നോക്കാം. എന്തൊക്കെയാണ് നമ്മൾ ഈ ഇൻറ്റ്യൂറ്റീവ് അപ്രോച്ച് നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, നമ്മുടെ ഇൻറ്റ്യൂഷൻസൊക്കെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത് പറയാൻ പോകുന്നത്. ഇറ്റ് ഈസ് സജസ്റ്റഡ് ദ മാനേജേഴ്സ് ഹു വിഷ് ടു ഇംപ്രൂവ് ദെയർ ഇൻറ്റ്യൂഷൻ മൈറ്റ് ട്രൈ. അപ്പോൾ ഈ ഇൻറ്റ്യൂഷൻ തിയറി നമ്മൾ അല്ലെങ്കിൽ ഇൻറ്റ്യൂഷൻ അപ്രോച്ച് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. അതിൽ ആദ്യം പറയുന്നത് becoming more involved by filling their minds with the facts and if experience in their areas and their future decision will be made. അതായത് അയാളുടെ മൈൻഡ് എങ്ങനെയുള്ളതായിരിക്കണം? ഫാക്റ്റുകളും എക്സ്പീരിയൻസുകളും നിറഞ്ഞിട്ടുള്ളതായിരിക്കണം. മനസ്സിലായോ? അയാൾ ഫുൾ ടൈം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അയാൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യനായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഇമോഷണൽ അപ്രോച്ച് വർക്കാവുമെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് പ്രാക്ടീസിങ് ഇൻറ്റ്യൂറ്റീവ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കീപ്പിംഗ് എ സ്കോർ ഓൺ ഹൗ വെൽ സച്ച് ഡിസിഷൻസ് ടേൺ ഔട്ട്. അതായത് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാക്ടീസാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം നന്നായിട്ട് നമ്മൾ ഡിസിഷൻസ് ചെയ്തു, നമ്മളെടുത്ത ഡിസിഷൻസ് എത്രത്തോളം കറക്റ്റായി എന്നുള്ളത് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ സ്കോർ ചെയ്യുക. മനസ്സിലായോ? സ്കോർ ചെയ്യുക. അങ്ങനെ നമ്മളൊരു ബോർഡിൽ നമ്മൾ സ്കോർ ചെയ്ത് വയ്ക്കുന്ന ഒരു മെത്തേഡിനെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇൻറ്റ്യൂഷൻസ് കറക്റ്റാക്കി ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവരാൻ പറ്റും എന്നാണ് പറയുന്നത്. പിന്നെ അടുത്തത് പറയുന്നത് ഡെവലപ്പിംഗ് ആൻ അവെയർനെസ് ദാറ്റ് ഹഞ്ചസ് ക്യാൻ ഹെൽപ്പ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അയാളുടെ കുറേ തരത്തിലുള്ള ഹഞ്ചസ് അല്ലെങ്കിൽ ഗസ്സുകൾ കാര്യങ്ങളൊക്കെ അയാൾക്ക് ഡിസിഷൻ മേക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. നല്ല രീതിയിലുള്ള അവെയർനെസ്, അയാളുടെ അവെയർനെസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ അയാൾക്ക് ഡിസിഷൻ മേക്കിങ്ങിൽ ഗസ് കൊണ്ട് അയാൾക്ക് തയ്യാറെടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ബിക്കമിങ് aware of biases and allow for them, undiscovered bias do not most damage. അതായത് അയാൾ നേരത്തെ കൂട്ടി എന്തൊക്കെ ബയാസുകൾ വരുന്നു ചിന്തിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ വരികയാണെങ്കിൽ അതായത് ഒന്ന് ഫോർകാസ്റ്റ് ചെയ്ത് ചിന്തിക്കുകയാണെങ്കിൽ അയാൾക്ക് അൺഡിസ്കവേർഡ് ആയിട്ടുള്ള ബയാസുകളെ നേരിടാനായിട്ട് പറ്റും. അങ്ങനെയുള്ള അൺഡിസ്കവേർഡ് ബയാസുകളാണ് മോസ്റ്റ് ആയിട്ടുള്ള നമുക്ക് ഡാമേജുകൾ ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഡാമേജുകൾ കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീക്ക് ഔട്ട് ദ ഇൻഡിപെൻഡൻറ്റ് ഒപ്പീനിയൻസ്. ഇറ്റ് ഈസ് ഓൾവേസ് ഗുഡ് ടു സീക്ക് ഒപ്പീനിയൻ ഫ്രം സം പേഴ്സൺസ് ഹു ഹാസ് നോ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഇൻ ഡിസിഷൻസ്. അതായത് ഇതിലൊന്നും പരിചയമില്ലാത്ത ഒരാളുടെ അടുത്ത്
ഇടയ്ക്ക് ചെന്ന് അതിൻ്റെ ഒപ്പീനിയൻസ് ചോദിക്കുക, അതിനോട് തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളെടുത്ത് അതിനെ പറ്റിയിട്ട് സംസാരിച്ച് അയാളുടെ ഒപ്പീനിയൻസ്, അയാളുടെ കാഴ്ചപ്പാട്, പെർസെപ്ഷൻ എങ്ങനെയാണെന്നുള്ളത് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇൻറ്റ്യൂഷൻസ് കുറേയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയണത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇൻറ്റ്യൂറ്റീവ് അപ്രോച്ചിൽ പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് റാഷണൽ അപ്രോച്ചാണ്, അല്ലെങ്കിൽ അനലറ്റിക്കൽ അപ്രോച്ചാണ്. ഈ റാഷണൽ അപ്രോച്ച് അല്ലെങ്കിൽ അനലറ്റിക്കൽ അപ്രോച്ചിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ ദ റാഷണൽ ആൻഡ് അനലറ്റിക്കൽ അപ്രോച്ച് ഡിസിഷൻ മേക്കർ ഈസ് ഇൻ്റലിജൻറ്റ് ആൻഡ് റാഷണൽ. ദ ഡിസിഷൻ മേക്കർ മേക്സ് ദ ചോയ്സ് in full awareness of the available feasible alternative to maximize the advantage. അതായത് ഈ റാഷണൽ അപ്രോച്ചിൽ പറയുന്നത് ആ ഡിസിഷൻ മേക്കർ അയാൾക്ക് എത്രത്തോളം അഡ്വാൻറ്റേജസ് മാക്സിമൈസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മാക്സിമൈസ് ചെയ്തിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ്, ഫിയസിബിൾ ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് അയാൾ ചോയ്സ് ആയിട്ട് എടുക്കും എന്നുള്ളതാണ് ഈ അപ്രോച്ചിൽ പറയുന്നത്. അതായത് ദ ഡിസിഷൻ മേക്കർ കൺസിഡേഴ്സ് ദ ഓൾട്ടർനേറ്റീവ് ആസ് വെൽ ആസ് ദ consequences all possible choices, order these consequences the light of fixed scale of preferences and chooses the alternative that procures maximum gain. അതായത് എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാളുടെ ഈ ഡിസിഷൻ മേക്കർ പലതരത്തിലുള്ള ഓൾട്ടർനേറ്റീവ്സ് കൺസിഡർ ചെയ്തിട്ട് അതിൽ മോസ്റ്റ് പോസിബിൾ ചോയ്സസ്, കോൺസിക്വൻസസ് ഉണ്ടെങ്കിലും അതിൽ മോസ്റ്റ് പോസിബിൾ ചോയ്സസ് എന്താണെന്നുള്ളത് മുന്നിൽ കണ്ട് അതിൽ ഒരു ഫിക്സഡ് സ്കെയിൽ, അയാളുടെ കുറച്ച് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഉണ്ടാവും, അങ്ങനെയുള്ള ഫിക്സഡ് സ്കെയിൽസ് ഓഫ് പ്രിഫറൻസസ് വെച്ചുകൊണ്ട് അയാൾ ഏറ്റവും കൂടുതൽ മാക്സിമം ഗെയിൻ കിട്ടുന്നത് ഏത് ഓൾട്ടർനേറ്റീവ് ആണോ ആ ഓൾട്ടർനേറ്റീവ് പ്രൊക്യൂർ ചെയ്യുന്നൊരു മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു അപ്രോച്ചിനെയാണ്, അതായത് സെലക്ട് ദ ബെസ്റ്റ് പോസിബിൾ ഓൾട്ടർനേറ്റീവ്, ഇതിനെയാണ് റാഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഏറ്റവും ബെസ്റ്റ് എന്താണോ ആ ബെസ്റ്റ് പിക്ക് ചെയ്യുക എന്നുള്ളതാണ് റാഷണൽ അപ്രോച്ചിൽ പറയുന്നത്. അപ്പോൾ റാഷണൽ അപ്രോച്ചിൽ ഡിസിഷൻ മേക്ക് ചെയ്യാനായിട്ട് കുറച്ച് സ്റ്റെപ്സ് പറയുന്നുണ്ട്. അത് നിങ്ങൾ വായിച്ച് നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവുന്ന, നിങ്ങൾ മുന്നൊക്കെ പഠിച്ചേക്കുന്നതാണ്. റെക്കഗ്നൈസ് ചെയ്യുക, എന്താണ് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ട നീഡ് എന്താണെന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യുക. പിന്നെ ആ റെക്കഗ്നൈസ് ചെയ്ത നീഡിനെ റാങ്ക് ചെയ്യുക, അതിന് വെയിറ്റിംഗ് ക്രൈറ്റീരിയ കൊടുക്കുക, അതിനൊരു വെയിറ്റേജ് കൊടുക്കുക, അല്ലെങ്കിൽ റാങ്ക് കൊടുത്ത് ഓരോ ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ എന്നുള്ള രീതിയിലാക്കുക. അത് കഴിഞ്ഞിട്ട് ഗ്യാദർ അവൈലബിൾ ഇൻഫർമേഷൻ ആൻഡ് ഡാറ്റ, നമുക്കുള്ള ഇൻഫർമേഷൻസും ഡാറ്റയും ഒക്കെ ഒന്നിച്ചു കൂട്ടി ഏറ്റവും പോസിബിൾ ഓൾട്ടർനേറ്റീവ്സ് ഏതാണെന്ന് കണ്ടെത്തുക. എന്നിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഇവാലുവേറ്റ് ചെയ്ത് അതിനെ നമ്മൾ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവിനെ സെലക്ട് ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സാണ്. ഇത് നിങ്ങൾ സ്ഥിരം വായിച്ചിട്ടുള്ളതാണ്. ഇനി ഈ റാഷണൽ അല്ലെങ്കിൽ അനലറ്റിക്കൽ അപ്രോച്ചിനെ കൺസെപ്റ്റ് ഓഫ് എക്കണോമിക് മാൻ എന്നും കൂടി പറയും. അപ്പോൾ കൺസെപ്റ്റ് ഓഫ് എക്കണോമിക് മാൻ എന്താണെന്ന് ചോദിച്ചാലും നമുക്ക് ഈ റാഷണൽ അപ്രോച്ച് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ രണ്ട് അപ്രോച്ച്. ഇനി നെക്സ്റ്റ് അപ്രോച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ്റിസ്ഫൈസിങ് അപ്രോച്ച്. നമ്മളിതിനെ പറ്റിയിട്ട് നേരത്തെ മുന്നുള്ള ക്ലാസ്സുകളിലും ഈ സാറ്റിസ്ഫൈസിങ്, റാഷണൽ എന്നുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചതാണ്. ഇതിൽ സാറ്റിസ്ഫൈസിങ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് സെഡ് ദാറ്റ് ദ കപ്പാസിറ്റി ഓഫ് എ ഹ്യൂമൻ മൈൻഡ് ഫോർ ഫോർമുലേറ്റിംഗ് ആൻഡ് സോൾവിങ് കോംപ്ലക്സ് പ്രോബ്ലം ഈസ് വെരി സ്മോൾ. അതായത് മനുഷ്യ മനസ്സിന് സോൾവ് ചെയ്യാനായിട്ട് ചിലപ്പോൾ സാധിക്കാത്ത തരത്തിലുള്ള ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവായിരിക്കാം. നമ്മുടെ മനുഷ്യന് ഏറ്റവും ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് തിരഞ്ഞെടുക്കാനുള്ള കഴിവ് ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല. അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ എന്തായി? അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് എന്താണ്? ഇൻറ്റ്യൂറ്റീവ് അപ്രോച്ചാണ്. അപ്പോൾ അതിനെക്കാട്ടും കുറച്ചുകൂടി നല്ല അപ്രോച്ചാണ് റാഷണൽ അപ്രോച്ച്. അതിനെക്കാട്ടും കുറച്ചും കൂടി നല്ല അപ്രോച്ചാണ് ഈ സാറ്റിസ്ഫൈസിങ് അപ്രോച്ച്. പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റാഷണൽ അപ്രോച്ചിലെ ഏറ്റവും ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്സിനെ എടുക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഏറ്റവും ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, നമ്മുടെ മനുഷ്യ മനസ്സിന് സാധിക്കില്ല എന്നാണ് പറയണത്. അപ്പോൾ നമ്മുടെ ലിമിറ്റേഷൻസ് വെച്ച് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് കണ്ടുപിടിച്ച് അതിലൊരു റാഷണലിസം കണ്ടെത്താനായിട്ടാണ് നമുക്ക് പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് ഒരു പേഴ്സണ് അയാൾക്ക് കുറേ നോളജ് ഉണ്ട്, കുറേ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടെങ്കിലും അത് ലിമിറ്റഡ് ആയിരിക്കും. എത്രയൊക്കെ നിങ്ങൾ പറഞ്ഞാലും അത് ലിമിറ്റഡ് ആയിരിക്കും എന്നാണ് ഈ സാറ്റിസ്ഫൈസിങ് അപ്രോച്ച് പറയുന്നത്. അതായത് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ബൗണ്ടഡ് റാഷണാലിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഡെഫിനിറ്റ് ലിമിറ്റ്സ് there are definite limits, ഇൻഫിനിറ്റ് അല്ല, ഡെഫിനിറ്റ് ലിമിറ്റ്സ് ഓൺ ഹ്യൂമൻ റാഷണാലിറ്റി. നമ്മൾ റാഷണൽ അപ്രോച്ച് യൂസ് ചെയ്താൽ പോലും അതിൽ ലിമിറ്റ്സ് ഉണ്ടെന്നാണ് ഈ ബൗണ്ടഡ് റാഷണാലിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ബൗണ്ടഡ് റാഷണാലിറ്റി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഡെഫിനിറ്റ് ലിമിറ്റ്സ് ഉണ്ടെന്ന്. ഹ്യൂമൻ റാഷണാലിറ്റിക്ക് ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ലിമിറ്റ്സ് ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ പറയുന്നത് കുറച്ച് അസംഷൻസ് ആണ് ഈ തിയറീനെ ബേസ് ചെയ്തിട്ട്. കുറച്ച് ഹെർബർട്ട് സൈമൺ ഒരു ഡിസിഷൻ തിയറിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് മാൻ എന്ന കൺസെപ്റ്റിൽ ഒരു അസംഷൻ പറയാണ്.
എ പേഴ്സൺസ് നോളേജ് ഓൾട്ടർനേറ്റീവ്സ് ആർ ആൻഡ് ക്രൈറ്റീരിയാസ് ആർ ലിമിറ്റഡ്. അതായത് നമ്മുടെ ഒരു മനുഷ്യ മനസ്സിനുള്ള ക്രൈറ്റീരിയയും ഓൾട്ടർനേറ്റീവ്സ് എല്ലാം ലിമിറ്റഡ് ആണെന്നാണ് പറയുന്നത്. പിന്നെ പീപ്പിൾ ആക്ട് ഓൺ ദ ബേസിസ് ഓഫ് സിംപ്ലിഫൈഡ് ഇൽസ്ട്രക്ചേർഡ് അല്ലെങ്കിൽ മെൻ്റൽ അബ്സ്ട്രാക്ഷൻ ഓഫ് ദ റിയൽ വേൾഡ്. അബ്സ്ട്രാക്ഷൻ ഈസ് ഇൻഫ്ലുവൻസ്ഡ് പേഴ്സണൽ പെർഫെക്ഷൻസ്. അതായത് അബ്സ്ട്രാക്ഷൻസ് ഓരോരുത്തരുടെ ഐഡിയാസും അവരവരുടെ അതായത് അവരവരുടെ വ്യൂ പോയിൻറ്റ്സ് അല്ലെങ്കിൽ പെർസെപ്ഷൻസ് അല്ലെങ്കിൽ റിയൽ വേൾഡിൽ ആൾ കാണുന്ന പെർസെപ്ഷൻസ് എന്താണോ അതാണ് ഓരോ ഐഡിയാസ് ആയിട്ട് വരുന്നതെന്നാണ് അതിൽ പറയുന്നത്. പിന്നെ പറയുന്നത് പീപ്പിൾ ഡു നോട്ട് അറ്റംപ്റ്റ് ടു ഒപ്റ്റിമൈസ് ബട്ട് വിൽ ടേക്ക് ദ ഫസ്റ്റ് ഓൾട്ടർനേറ്റീവ് വിച്ച് സാറ്റിസ്ഫൈസ് ദ കറണ്ട് ലെവൽ ആസ്പിറേഷൻ. ഇതാണ് ഇതിൻ്റെ മെയിൻ പോയിൻറ്റ്. അതായത് ഒരിക്കലും മനുഷ്യൻ അയാളുടെ ഒപ്റ്റിമൈസേഷനിലേക്ക് എത്തില്ല. അയാൾക്ക് കിട്ടുന്ന ഫസ്റ്റ് ഓൾട്ടർനേറ്റീവിൽ അയാൾ സാറ്റിസ്ഫൈഡ് ആവുകയാണെങ്കിൽ അയാൾ ആ ഓൾട്ടർനേറ്റീവ് എടുക്കുള്ളൂ. അതിനപ്പുറത്തേക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പോലും മനസ്സിന് സാധിക്കില്ല എന്നാണ് ഈ സാറ്റിസ്ഫൈയിങ് അപ്രോച്ച് പറയുന്നത്. മനസ്സിലായോ? പിന്നെ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബെസ്റ്റ് പോസിബിൾ എടുക്കാൻ പറ്റില്ല, പക്ഷേ ഏകദേശം സാറ്റിസ്ഫൈഡ് ആയാൽ അവിടെ വെച്ച് നമ്മൾ നിർത്തും. അതുകൊണ്ടാണ് ഈ സാറ്റിസ്ഫൈസിങ് അപ്രോച്ച് കുറച്ചും കൂടിയും പ്രോപ്പറാണെന്ന് പറയാൻ കാരണം. ചിലപ്പോൾ നെക്സ്റ്റ് ഓൾട്ടർനേറ്റീവിലേക്കും ചാടാം. അതായത് ഈ ഓൾട്ടർനേറ്റീവ് പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് ഓൾട്ടർനേറ്റീവിലേക്കും ചാടാം. മനസ്സിലായോ? അപ്പോൾ ഇതിൽ ലാസ്റ്റ് ഒരു പോയിന്റ് പറയുന്നുണ്ട്, ഡിസിഷൻ മേക്കർ കനോട്ട് ഒപ്റ്റിമൈസ് ബട്ട് ഓൺലി സാറ്റിസ്ഫൈസ്. അതായത് നമ്മൾ മാക്സിമം നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് ആവുന്നുള്ളൂ. ഒരിക്കലും നമ്മൾ ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് അല്ലെങ്കിൽ ഒപ്റ്റിമൈസ് യൂസ്ഫുൾ ഓഫ് നമ്മുടെ മാക്സിമം റിസോഴ്സസ് യൂസ് ചെയ്യാനായിട്ടുള്ളൊരു കഴിവ് നമ്മുടെ ഹ്യൂമൻ എലമെൻറ്റിന് ഇല്ല എന്നാണ് അത് പറയുന്നത്. മനസ്സിലായോ? ഇനി അടുത്തത് പൊളിറ്റിക്കൽ അപ്രോച്ചാണ്. പൊളിറ്റിക്കൽ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവരെ മറികടന്ന് അല്ലെങ്കിൽ അതായത് എംപ്ലോയീസ് ഉണ്ട്, അതുപോലെ തന്നെ എംപ്ലോയീസ് അവർക്ക് ഫെയർ സാലറീസ് കൊടുക്കണം. കസ്റ്റമേഴ്സ് ഉണ്ട്, അവർക്ക് ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ കൊടുക്കണം. ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, അവർക്ക് റിട്ടേൺസ് കൊടുക്കണം. ഗവൺമെൻറ്റുണ്ട്, അവർക്ക് കൃത്യമായിട്ട് ടാക്സുകൾ അടയ്ക്കണം. കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, അവരുടെ നിന്ന് നമുക്ക് കുറേ ഇൻഫ്ലുവൻസ് കിട്ടും. അപ്പോൾ ഈ ഷെയർ ഹോൾഡേഴ്സ്, ഗവൺമെൻറ്, കോമ്പറ്റീറ്റേഴ്സ്, എംപ്ലോയീസ് ഇവരൊക്കെ ഈ എലമെൻറ്റ്സ് കാരണം നമ്മൾ എടുക്കുന്ന തീരുമാനത്തിൽ ലിമിറ്റേഷൻസ് വരുന്നതാണ് പറയുന്നത്. നമ്മുടെ ഓർഗനൈസേഷനിൽ വെറൈറ്റീസ് ആയിട്ടുള്ള പീപ്പിൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഡിസിഷൻ മേക്ക് ചെയ്യുമ്പോൾ ആ ഡിസിഷൻസ് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഷെയർ ഹോൾഡർ, ഗവൺമെൻറ്, കോമ്പറ്റീറ്റേഴ്സ്, കസ്റ്റമേഴ്സ് ഇവരെയൊക്കെ ലിമിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇവരെയൊക്കെ ചുറ്റുവട്ടപ്പെട്ട് തന്നെ കിടക്കും. നമുക്കത് വിട്ടിട്ട് ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് ഈ അപ്രോച്ച് പറയുന്നത്. അപ്പോൾ ഇതാണ് 5 അപ്രോച്ചസ്. ആദ്യത്തെ ഇൻറ്റ്യൂറ്റീവ് അപ്രോച്ച്, നമ്മുടെ ഒരു ഇൻറ്റ്യൂഷൻ വെച്ച് അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻ വെച്ച് കളിക്കുക, അങ്ങനെ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യണതിനാണ് ഇൻറ്റ്യൂറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. പിന്നെ റാഷണൽ അപ്രോച്ച്, ഏറ്റവും ബെസ്റ്റ് ഓൾട്ടർനേറ്റീവിനെ സെലക്ട് ചെയ്യുന്നതിനാണ് റാഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. സാറ്റിസ്ഫൈസിങ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മനുഷ്യന് ഒരിക്കലും ഏറ്റവും റാഷണാലിറ്റി ആയിട്ട് ഓൾട്ടർനേറ്റീവ്സ്, ഏറ്റവും ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഈ അപ്രോച്ച് പറയുന്നത്. അപ്പം നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ, എന്താവില്ല ഒപ്റ്റിമൈസ്. ഒരു ഡിസിഷൻ മേക്കറിന് ഒരിക്കലും ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റില്ല, സാറ്റിസ്ഫൈഡ് ആവാനേ പറ്റുള്ളൂ. പിന്നെ പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ലിമിറ്റ്സ് ഉണ്ട്, ആ ലിമിറ്റ്സിനുള്ളിൽ നിന്നിട്ട് തന്നെയാണ് നമുക്ക് ഡിസിഷൻ മേക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അപ്രോച്ചസിലുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നമുക്കിനി നെക്സ്റ്റ് പാർട്ടിൽ കാണാം. ഒരു ചെറിയൊരു പോർഷനും കൂടി നമുക്ക് എടുക്കാനുണ്ട്, ഒരു മിറ്റ്സ്ബർഗ് മോഡൽ എന്ന് പറഞ്ഞിട്ട്. അതും കൂടി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ അവസാനിക്കും. അപ്പോൾ താങ്ക് യു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകൾ മനസ്സിലായെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെയൊക്കെയാണെങ്കിലാണ് ഞാൻ പ്ലേലിസ്റ്റിലിടുന്ന അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ താങ്ക് യു.